ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങക്കറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ, അതായത് തൃശ്ശൂരൊക്കെ വിഷുവിന് വിഷ്കട്ട് ഉണ്ടാക്കുമ്പോൾ ഈ കറി മസ്റ്റാണ്. തൃശ്ശൂർ എല്ലാ ഭാഗത്തും ഇങ്ങനെയല്ല കേട്ടോ. മാങ്ങക്കറി ഉണ്ടാക്കാനായി പുളി കുറവുള്ള മാങ്ങയാണ് എപ്പോഴും നല്ലത്. പുളി കൂടുതലുള്ള മാങ്ങ എടുക്കരുത്. ഒരുപാട് പുളി കൂടിക്കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് പോകും. ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ കണ്ട് പഴുത്ത മാങ്ങയാണെന്ന് വിചാരിക്കരുത്, ഇത് പച്ചമാങ്ങ തന്നെയാണ്. ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ അരിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം മൂറ്റി കളഞ്ഞിട്ട് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൈകൊണ്ട് നല്ലപോലെ തിരുമണം. മുളക് പൊടി, കളറുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കരുത്. ഈ കറിയുടെ കളർ മഞ്ഞ കളറിലാണ് വേണ്ടത്. അതിനുശേഷം തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് വേവിച്ചെടുക്കാം. ഇതൊരു ഏകദേശം ഒരു 1 കപ്പ് 2 പാലുണ്ടാകും. 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കല്ലുപ്പാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. മാങ്ങയ്ക്ക് അധികം വേവില്ല, അപ്പോൾ പെട്ടെന്ന് വേകുന്ന ഒരു കറിയാണിത്. മാങ്ങയ്ക്ക് കുക്കായതിനു ശേഷം 3/4 കപ്പ് 1 പാൽ ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇത് മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ നല്ല ചൂടുണ്ടാകും. 1 പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകും. കറിയിൽ പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് നാളികേരപ്പാൽ കൂടി ചേർക്കണം. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവയും 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഉലുവയും വറ്റൽമുളകും മൂത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കറിയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം മൂടി വയ്ക്കണം. നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടിയല്ല, കറി തണുത്തതിന് ശേഷമാണ് കൂടുതൽ ടേസ്റ്റ്. ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതി കഴിക്കാൻ. തലേദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്